Subgroup of finite cyclic group theorem. Let G be a cyclic group with n elements and generated by A. Let B element of G and let B equal to A raised to S. Then B generates a cyclic subgroup H of G containing n by D elements, where D is the greatest common divisor of n and S. Okay, using this theorem and problem, this example. Consider Z12. Z12 is the generator 1. Then first one, cyclic group generated by 3. Cyclic group number of elements. Cyclic group generated by 3 number of elements we theorem use that is same as n by d, where n is the number of elements in Z12. That is 12, and D is the GCD of n and S. N is Z12. Z12 number of elements, so that is n. N is 12. Then D is GCD of n and S. But GCD of 12 and S. S is A raised to S. D equal to A raised to S formula. Power on S. But cyclic group generated by 3. But 3 നമുക്ക് എയുടെ എ എന്ന് പറയുന്നത് ജനറേറ്റർ 1 ആണ്. 1ൻ്റെ പവർ ആയിട്ട് 1 എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുക. ഇവിടെ അഡീഷനാണ് ഓപ്പറേഷൻ. അപ്പോൾ 1 3 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് 3. സോ cyclic group generated by 3 contains n by d, 12 by 3, 4 elements. നമുക്ക് നോക്കാം എലമെൻറ്റ് സെയിം ആണെന്ന് നോക്കാം. cyclic group generated by 3 എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് 3, then 3 2 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു 6, again 3 1 more ടൈം ഓപ്പറേറ്റ് ചെയ്താൽ 9. Z12 again 1 more ടൈം 3 ഓപ്പറേറ്റ് ചെയ്താൽ 12 ആണ്. അത് Z12 0. സോ നോക്കാം cyclic group generated by 3 മെമ്പേഴ്സ് 0 3 6 9, 4 elements ആണ്. Second one, cyclic group generated by 8 number of elements. That is same as n by d. n എന്ന് പറയുന്നത് Z12 നമ്മൾ കൺസിഡർ ചെയ്യുന്ന n equal to 12. Number of elements in Z12, that is 12, divided by d equal to GCD of n and s. n എന്ന് പറയുന്നത് 12, then s എന്ന് പറയുന്ന ജനറേറ്റർ എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണോ എ റേസ് ടു എസ്, എ ഇസ് ദ ജനറേറ്റർ, എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് 8 കിട്ടുക. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 8 ടൈം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ഓപ്പറേഷൻ 1 8 ടൈം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി കിട്ടുക. 8 ടൈം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക. സോ 8 ആണ് ഡി. സോ ജി സി ഡി ഓഫ് 8 ആൻഡ് 12 കാണുന്നു. ജി സി ഡി ഓഫ് 8 ആൻഡ് 12 4. ഓക്കെ, സോ എൻ ബൈ ഡി എന്ന് പറയുന്നത് 12 by 4 3. നോക്കാം cyclic group generated by 8 മെമ്പേഴ്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് 8, then 8 plus 8 16 ആണ്. അത് Z12 16 എന്ന് പറയുന്നത് 16 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4. then again 1 more time 8, 4നോട് 8 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 8 plus 4 12 വരും. ദാറ്റ് ഈസ് Z12 അത് 0. അപ്പോൾ ഇതിൽ മെമ്പേഴ്സ് 0 4 8. ഓക്കെ, 3 elements. Again cyclic group generated by third one, cyclic group generated by 5. അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് Z12 n by d. n എന്ന് പറയുന്നത് 12, then d എന്ന് പറയുന്നത് 5. എത്ര പ്രാവശ്യം 1 ആണ് ജനറേറ്റർ. 1 എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക. 1 5 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുക. അപ്പം 5 ആണ് എസ്. അപ്പോൾ 12ഉം 5ഉം തമ്മിലുള്ള ജി സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 1. So 12 by 1, that is 12 elements. Okay, cyclic group generated by 5 contains 12 elements. Z12 12 elements. So cyclic group generated by 5 എന്ന് പറയുന്നത് Z12 തന്നെയാണ്. Z12 മുഴുവൻ എലമെൻറ്റ്സും ആ സെറ്റിലുണ്ട്. സോ ദാറ്റ് ഈസ് സെയിം ആസ് Z12. എക്സാമ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Then one corollary. If A is a generator of a finite cyclic group G of order n, then the other generators of G are the elements of the form A raised to R, where R is relatively prime to n. A is a generator of a finite cyclic group G of order n. ഒരു ഫൈനൈറ്റ് cyclic group generator ആണെങ്കിൽ then another generators എന്ന് പറയുന്നത് A raised to R formula, where R is relatively prime to n. നോക്കുക, എ റേസ് ടു ആർ ഫോമിലുള്ള ഒരു എലമെൻറ്റ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണെങ്കിൽ എ റേസ് ടു ആർ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് n by d.
ജിയുടെ ഓർഡറാണ് എൻ, ദാറ്റ് ഈസ് എൻ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എൻ എസ് ആണ്. അപ്പോൾ എന്നും ഇവിടെ 6 റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണെങ്കിൽ എന്നും 6 തമ്മിൽ ജി സി ഡി 1 കിട്ടും. സോ എൻ ബൈ ജി സി ഡി ഓഫ് എൻ എസ് എന്ന് പറയുന്നത് എൻ ബൈ 1 എൻ തന്നെ കിട്ടും. അപ്പോൾ എ ആർ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൽ എൻ എലമെൻറ്റ്സ് തന്നെ വരും. സോ ദാറ്റ് ഈസ് സെയിം എസ് ജി എന്ന് കിട്ടും. ജിയുടെ സബ് ഗ്രൂപ്പിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ജിയിൽ എത്ര എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജിയോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ ബൈ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ കിട്ടണമെങ്കിൽ ഡി അവിടെ 1 ആയിരിക്കണം. ഡി 1 ആവണമെങ്കിൽ ആർ എസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിരിക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.